B3 സ്റ്റാർ ജോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എവിടേക്കാണെന്നല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക്. അപ്പം അതിൻ്റെ പാക്കിംഗ് ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 11 മണിയാണ് കേട്ടോ. ഞാനിതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സ് റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതെൻ്റെ മോൻ പറഞ്ഞ ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ധാരാളം സ്പേസ് കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുളുക്കും വരില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, റോൾ ചെയ്ത് വെക്കണതുകൊണ്ട് ഇതിൽ ഒരുപാട് സാധനങ്ങളും ഉള്ളു. ഞാൻ ഡ്രസ്സ് തന്നെ കുറേ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അത് കൂടാണ്ട് എൻ്റെ ബാക്കി അല്ലറ ചില്ലറ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് തന്നെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെയർ സെറ്റിങ്ങിൻ്റെ സാധനം ഈ വെക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇതിനകത്ത് നിന്നൊരു സാധനം എടുക്കാൻ കുറച്ച് പണിയാണ്. ഇതിൻ്റെ വയറ് നീളമുള്ളത് കാരണം എല്ലാം കൂടെ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇനി വെക്കാനുള്ളത് കുറച്ച് ക്രീമും പിന്നെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെയാണ്. പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ, കൺസീലർ, അങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെയാണ്. നമ്മൾ സ്ത്രീകൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ലല്ലോ അല്ലേ, ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബാഗ് ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കർണന് കവചകുണ്ടലം എന്ന പോലെ എനിക്ക് ഈ ഷൂസ് ഇതില്ലെങ്കിൽ എനിക്കൊന്നും നടക്കില്ല. ഇത് വീട്ടിലിടുന്ന ഷൂസാണ്, ഇത് അത്യാവശ്യമാണ് എനിക്ക്. അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാനൊരു ഫേഷ്യൽ കിറ്റാണ്, ഇത് ഡയമണ്ടിൻ്റെ ഫേഷ്യൽ കിറ്റാണ്, അതുകൂടെ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിപ്പുകൾ, ബാൻഡ്സ്, തലയിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ ചെവിയിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ അലുക്കുലുക്ക് സാധനങ്ങൾ. ഇതെല്ലാം ഒരാഴ്ചത്തേക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. കണ്ടാൽ തോന്നും ഒരു മാസത്തേക്ക് പോവുകയാണെന്ന്, അല്ല കേട്ടോ, ഒരാഴ്ച മാത്രമാണ് ഇരിക്കാൻ പോണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ട്രിപ്പിനുള്ള പാക്കിംഗ്. ഇനി പാക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് എൻ്റെ പാക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കാലത്ത് നാളെ 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും വിചാരം മാത്രമേ ഉള്ളൂ, നടക്കാറില്ല. എങ്കിലും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.